അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കൻ സംസ്ഥാനമായ ന്യൂ മെക്സിക്കോ, ചിഹുവാഹുവൻ മരുഭൂമി പ്രദേശം. ഈ മരുഭൂമിക്ക് മധ്യത്തിലാണ് ഗ്വാഡലൂപ്പ് പർവ്വതനിര. ഗ്വാഡലൂപ്പ് പർവ്വതങ്ങൾക്ക് സമീപം മരുഭൂമിയുടെ താഴെ ഭൂമി ഒളിപ്പിച്ചുവെച്ച ഒരു മഹാരഹസ്യം സ്ഥിതി ചെയ്യുന്നു. അതാണ് കാൾസ്ബാഡ് ഗുഹകൾ. ഏതാണ്ട് 25 കോടി കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമി ഇങ്ങനെയൊന്നുമായിരുന്നില്ല. അമേരിക്കയുടെ ഈ ഭാഗം കടലിനടിയിലായിരുന്നു. ക്രമേണ കടൽ വറ്റി. മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് നിരവധി ചതുരശ്ര കിലോമീറ്ററുകൾ വിസ്തൃതിയുള്ള ചുണ്ണാമ്പുകല്ലിന്റെ മലനിരപ്പായിരുന്നു. ഈ ചുണ്ണാമ്പുകല്ലുകൾക്കടിയിലായി പ്രാചീന കടൽ ജീവികളുടെ അവശിഷ്ടങ്ങളും. ഈ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഹൈഡ്രജൻ സൾഫൈഡ് വാതകം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളവുമായി യോജിച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി. ആസിഡ് ക്രമേണ മുകളിലേക്ക് ആവിയായി കയറി ചുണ്ണാമ്പുമലയെ ദ്രവിപ്പിച്ചു. അതിൽ സുഷിരങ്ങളുണ്ടായി. ക്രമേണ സുഷിരങ്ങൾ വലുതായി ഭീമാകാരമായ ഗുഹകളായി മാറി. ഇതാണ് കാൾസ്ബാഡ് ഗുഹകൾ. ഭൂനിരപ്പിൽ നിന്ന് 400 മീറ്റർ താഴെ 46,000 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ ഗുഹാസമുച്ചയത്തിന്. റോഡ് മാർഗം നമുക്ക് ഈ ഗുഹയുടെ കവാടത്തിലെത്താം. അവിടെ നിന്ന് ലിഫ്റ്റിൽ താഴേക്കിറങ്ങാം. ഏകദേശം 80 നിലകളുള്ള കെട്ടിടത്തിലെന്ന പോലെ താഴേക്കൊരു യാത്ര. കാൾസ്ബാഡ് ഗുഹകൾ എന്നത് നിരവധി ഗുഹകളുടെ സമുച്ചയമാണ്. നിരവധി അറകൾ. അവയിൽ ചിലതിന് സ്റ്റേഡിയങ്ങളെക്കാൾ വലിപ്പം. ഏറ്റവും വലുതിന് ദ ഹാൾ ഓഫ് ജയൻസ് എന്നാണ് പേര്. 3.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ഇതിന്. ഊറൽ പാറകൾ കൊണ്ട് പ്രകൃതി നിർമ്മിച്ച ശില്പ മ്യൂസിയമാണിത്. ചിത്രത്തൂണുകൾ, മൃഗരൂപങ്ങൾ, പ്രാചീന ഋഷിരൂപങ്ങൾ. നമുക്കറിയാത്ത ഭാഷയിൽ ആ ഋഷിമാർ വട്ടമിട്ടിരുന്ന് ഏതോ അജ്ഞാത യജ്ഞം നടത്തുന്നു. ഉടയാത്ത മൗനത്തിന്റെ വാത്മീകങ്ങൾ. ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഈ രൂപങ്ങളിൽ എന്തും വ്യാഖ്യാനിച്ചെടുക്കാം. ഗുഹകളിൽ മിക്കവാറും സമശീതോഷ്ണമായ തണുപ്പാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നിശബ്ദതയും. നൂറ്റിയിരുപതോളം ഗുഹകൾ ഇതിലുണ്ട്. ഇപ്പോഴും പുതിയ ചിലത് കണ്ടെത്തപ്പെടുന്നു. പക്ഷേ ആകെ 3 എണ്ണത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ബാക്കി ഗുഹയിലേക്ക് പ്രവേശനം ശാസ്ത്ര ഗവേഷകർക്ക് മാത്രം. ലോകത്ത് ഇന്നേ വരെ അറിയപ്പെടാത്ത മിനറലുകളും ഭൗമരഹസ്യങ്ങളും ഇപ്പോഴും ഇവിടെ ശാസ്ത്രീയ പരീക്ഷണങ്ങളിൽ കണ്ടെത്തപ്പെടുന്നു.